ഹലോ, നമ്മളിനി എടുക്കാൻ പോകുന്നത് നമ്മുടെ ACTൻ്റെ ലാസ്റ്റ് മൊഡ്യൂളാണ്, അതായത് 6th മൊഡ്യൂളാണ്. നമുക്കിനി 5th മൊഡ്യൂളിൽ അതിൻ്റെ സെക്കൻഡ് പോർഷൻ അവിടെ ബാക്കിയുണ്ട്. അതായത് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നൊരു പോർഷൻ അവിടെ ബാക്കിയുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് സെക്കൻഡ് അസൈൻമെൻറ്റായിട്ട് തന്നിട്ടുള്ള പോർഷനാണ്. അത് നമുക്ക് 6th മൊഡ്യൂൾ കഴിഞ്ഞിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അസൈൻമെൻറ്റായി തന്നിട്ടുള്ളതാണെങ്കിലും ക്ലാസ്സിൽ എടുക്കുക. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് അതെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് പെട്ടെന്ന് ഒരാഴ്ച കൊണ്ടൊന്ന് ഈ മൊഡ്യൂളൊന്ന് തീർത്തിട്ട് നമുക്ക് നെക്സ്റ്റ് മൊഡ്യൂൾ ബാക്കിയുള്ള പോർഷൻസ് 5th മൊഡ്യൂളിൽ ബാക്കിയുള്ള പോർഷൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ 6th മൊഡ്യൂളാണ്. 6th മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കോൺക്രീറ്റ്. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ മുതൽ എന്താണ് കോൺക്രീറ്റ്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും ടെസ്റ്റ് എന്തൊക്കെയാണ്, പിന്നെ അതുപോലെ തന്നെ കോൺക്രീറ്റിൻ്റെ ഫ്രഷ് സ്റ്റേറ്റിൽ അതിൻ്റെ അകത്തുണ്ടാകുന്ന പ്രോപ്പർട്ടീസ്, പിന്നെ കോൺക്രീറ്റിൻ്റെ ഹാർഡൻഡ് സ്റ്റേറ്റിലെ പ്രോപ്പർട്ടീസ്, ദെൻ കോൺക്രീറ്റിൻ്റെ ഡ്യൂറബിലിറ്റി പഠിച്ചു. ലാസ്റ്റ് നമുക്ക് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കോൺക്രീറ്റ് ഏതൊക്കെയാണെന്നും എന്തൊക്കെയാണ് സ്പെഷ്യൽ മെത്തേഡ്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ പ്രോസസ്സ് കോൺക്രീറ്റ് സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ ടെക്നോളജീസ് അല്ലെങ്കിൽ സ്പെഷ്യൽ പ്രോസസ്സ് എന്തൊക്കെയാണെന്നൊക്കെയാണ് നമുക്ക് ഈ മോഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കോൺക്രീറ്റ്. അതിനകത്ത് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് ആണ്. എന്തൊക്കെയാണ് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ്, എങ്ങനെയാണ് മാനുഫാക്ചറിങ്, എങ്ങനെയാണ് അതിൻ്റെ അകത്ത് ഏതൊക്കെ മെറ്റീരിയൽസാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നൊക്കെയാണ് അതിൽ പഠിക്കാനുള്ളത്. പിന്നെ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ്, സെൽഫ് കോമ്പാക്റ്റിംഗ് കോൺക്രീറ്റ് ഉണ്ട്, റോളർ കോമ്പാക്റ്റഡ് കോൺക്രീറ്റ്, പിന്നെ RMC റെഡി മിക്സ് കോൺക്രീറ്റ്, ദെൻ ഫൈബർ റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ആൻഡ് പോളിമർ കോൺക്രീറ്റ്. ഇതൊക്കെയാണ് സ്പെഷ്യൽ കോൺക്രീറ്റിങ്ങിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ ഫസ്റ്റ് പോർഷനായ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ ആ ടേമെന്ന് നമുക്ക് മനസ്സിലാവും. ലൈറ്റ് വെയ്റ്റ്, അതായത് വെയ്റ്റ് വളരെ കുറവാണ്, വളരെ ലെസ്സാണ്. അതിൻ്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ വെയ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ലൈറ്റ് ഇൻ വെയ്റ്റ് ആണ്. അത്തരത്തിലുള്ള കോൺക്രീറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ നോർമൽ കോൺക്രീറ്റിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 2200 to 2600 kg/m³ ആണ് നമ്മൾ നോർമൽ കോൺക്രീറ്റിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോർമൽ കോൺക്രീറ്റിന് 2200 to 2600 kg/m³ വെയ്റ്റ്, മാസ് അല്ലെങ്കിൽ ഡെൻസിറ്റി ഉള്ളതുകൊണ്ട് എന്താണ് അത് ഹെവിയാണ്, ഹെവി വെയ്റ്റ് ഉള്ളത്. അതായത് സെൽഫ് വെയ്റ്റ് വളരെ കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ സെൽഫ് വെയ്റ്റ് കൂടുതലാവുമ്പോൾ എന്താണ്, ആ കുറേ സെൽഫ് വെയ്റ്റ് കൂടുതലാവുമ്പോൾ അത് അൺഎക്കണോമിക്കലാവും മീൻസ് എന്താണ്, സെൽഫ് വെയ്റ്റ് കൂടുതലാവുമ്പോൾ അതിനകത്ത് വരുന്ന ലോഡ് കൂടുതലായിരിക്കും. അപ്പോൾ ലോഡ് കൂടുമ്പോൾ എന്താ സംഭവിക്കുക, അത്രയും ലോഡിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യണം. അപ്പോൾ അത്രയും ലോഡിന് വേണ്ടിയിട്ട് ലോഡ് എടുക്കുന്ന സ്ട്രക്ചർ ഡിസൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ അത്രയും റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ അത്രയും മെറ്റീരിയൽസ് നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ ഓവറോൾ അതിൻ്റെ സ്ട്രക്ചറൽ മെറ്റീരിയലായിട്ട് നമ്മൾ ഈ ഹെവി വെയ്റ്റ് കോൺക്രീറ്റ്, നമ്മൾ നോർമൽ കോൺക്രീറ്റ് യൂസ് ചെയ്യുമ്പോൾ ആ സ്ട്രക്ചറൽ മെമ്പറിനെ ആ സ്ട്രക്ചറിന് എന്തായിരിക്കും, അൺഎക്കണോമിക്കലായിട്ടായിരിക്കും അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. അത് സ്ട്രക്ചറൽ മെറ്റീരിയലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വേണം, നമുക്ക് ഈ ഡെൻസിറ്റി അതിൻ്റെ വെയ്റ്റ് കുറച്ചിട്ട് എക്കണോമിക്കലാക്കുന്നുള്ള രീതിയിൽ വെയ്റ്റ് കുറച്ചാലും അതിൻ്റെ സ്ട്രെങ്ത്ത് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വെയ്റ്റ് കുറവാണെങ്കിലും സ്ട്രെങ്ത്ത് നമുക്ക് ഒരു പർട്ടിക്കുലർ വർക്കിന് ആവശ്യമായിട്ടുള്ള സ്ട്രെങ്ത്ത് അച്ചീവ് ചെയ്യുന്ന രീതിയിലുള്ള കോൺക്രീറ്റ് അങ്ങനെയാണ് നമ്മൾ ആ കോൺക്രീറ്റ് അതായത് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ വന്നത്. ഓക്കെ, അതായത് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡെൻസിറ്റി വളരെ കുറവായിരിക്കും. നോർമൽ കോൺക്രീറ്റിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 2200 to 2600 kg/m³ ആണ്. ഇനി നമ്മൾ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് എത്രയാണെന്ന് വെച്ചാൽ, നമ്മൾ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഡെൻസിറ്റി വളരെ കുറവാന്ന് പറഞ്ഞു. അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 300 to 1850 kg/m³ ആയിരിക്കും. അതായത് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റിൻ്റെ ഡെൻസിറ്റി 300 മുതൽ 1850 kg/m³ വരെ വേരി ചെയ്യാം. ഡെൻസിറ്റി വാരീസ് ഫ്രം 300 to 1850 kg/m³. ഇനി എന്തൊക്കെയാണ് ഈ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റിൻ്റെ അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് it helps in the reduction of dead load and its density is in the range
300 to 1850 kg/m³. അതായത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹെൽപ്സ് ഇൻ ദ റിഡക്ഷൻ ഓഫ് ഡെഡ് ലോഡ് അല്ലെങ്കിൽ ഡെഡ് വെയിറ്റ് സെൽഫ് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അതിൻ്റെ ഡെൻസിറ്റി കുറവായതുകൊണ്ട് അതിൻ്റെ ഡെഡ് വെയിറ്റ് അല്ലെങ്കിൽ സെൽഫ് വെയിറ്റ് കുറവായിരിക്കും. ഓക്കെ. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് റെഡ്യൂസ് ദ ഫൗണ്ടേഷൻ കോസ്റ്റ് ആൻഡ് ഇൻക്രീസ് ദ നമ്പർ ഓഫ് ഫ്ലോർസ് ഓഫ് ബിൽഡിംഗ്. അതായത് വെയിറ്റ് സെൽഫ് വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ ഫൗണ്ടേഷൻ നമുക്ക് അത്രയും വെയിറ്റ് ഹെവി വെയിറ്റ് ആകുമ്പോൾ അത്രയും വെയിറ്റ് താങ്ങാൻ ആവശ്യമായിട്ട് അത്രയും വെയിറ്റ് എടുക്കുന്ന മീൻസ് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ വേണമല്ലോ. ഇത് ലൈറ്റിംഗ് വെയിറ്റ് ആയതുകൊണ്ട് എന്താണ് ഫൗണ്ടേഷൻ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഒരു പെർട്ടിക്കുലർ ഫൗണ്ടേഷന് എന്താണ് കൂടുതൽ നമ്പർ ഓഫ് ഫ്ലോർസ് അതിൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ഇറ്റ് റെഡ്യൂസ് ദ ഫൗണ്ടേഷൻ കോസ്റ്റ് ആൻഡ് ഇൻക്രീസ് ദ നമ്പർ ഓഫ് ഫ്ലോർസ് ഓഫ് എ ബിൽഡിംഗ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലോവർ ഹോളേജ് ആൻഡ് ഹാൻഡ്ലിംഗ് കോസ്റ്റ്. അത് ഹാൻഡിൽ ചെയ്യുന്നതും അതിന് കൺസ്ട്രക്ഷനിലെ മാനുഫാക്ചറിങ് കോസ്റ്റും അതും വളരെ കുറവായിരിക്കും. ഓക്കെ. In a framed structure, the beam and columns have to carry load of floor and wall. If floor and walls are made up of lightweight concrete, then it will result in considerable economy. ഓക്കെ. അതായത് ഫ്ലോറും വോളും ആണ് ഫ്രെയിംഡ് സ്ട്രക്ചറിനകത്ത് മെയിൻ ലോഡ് ബിയറിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടും ലൈറ്റ് വെയിറ്റ് കോൺക്രീറ്റിനെ കൊണ്ട് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഓവറോൾ അത് മീൻസ് ഡെൻസിറ്റി കുറയുമ്പോൾ മെറ്റീരിയൽസ് കുറവും വേണ്ടും, അതിന് ലോഡ് കുറയും, ഡെഡ് വെയിറ്റ് കുറയും. സോ ഡിസൈൻ ക്രൈറ്റീരിയ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അത്രയും ഹെവി ഡിസൈൻ സ്ട്രക്ചേഴ്സ് അത്രയും വലിയ റീൻഫോഴ്സ്മെൻ്റ് ഒന്നും കൊടുക്കേണ്ടിയില്ല. സോ എക്കണോമിക്കലാവും. ഓക്കെ. അടുത്തത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് ഈസ് relatively low thermal conductivity, a property which improves the decrease in density in extreme climatic condition, also in case of building whose air condition is to be installed. Use of lightweight concrete with low thermal conductivity will result in thermal comfort. അതായത് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് ലോ തെർമൽ കണ്ടക്ടിവിറ്റിയാണ്, അതുകൊണ്ട് തന്നെ തെർമൽ കംഫേർട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തത് എന്ന് വെച്ചാൽ ഡ്യൂറബിളാണ്, അത് ഡ്യൂറബിലിറ്റി അതിന് കൂടുതലായിരിക്കും. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് അതിൻ്റെ വെയിറ്റ് ഡെൻസിറ്റി 300 to 1850 ആയതുകൊണ്ട് തന്നെ ഡെഡ് വെയിറ്റ് കുറവായിരിക്കും, അത് സെൽഫ് വെയിറ്റ് കുറവായിരിക്കും. ഫൗണ്ടേഷൻ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യും, നമ്പർ ഓഫ് ഫ്ലോർസ് ഇൻക്രീസ് ചെയ്യും. ഹാൻഡ്ലിംഗ് ആൻഡ് ഹോളേജ് ഹാൻഡ്ലിംഗ് കോസ്റ്റ് കുറവായിരിക്കും. പിന്നെ എക്കണോമിക്കൽ സ്ട്രക്ചർ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും. ലോ തെർമൽ കണ്ടക്ടിവിറ്റിയാണ് ഇതിന്. സോ ഫയർ റെസിസ്റ്റൻസ് ആയിരിക്കും, പിന്നെ ഡ്യൂറബിൾ ആയിരിക്കും. ഓക്കെ. ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. ഇനി നമുക്ക് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റിൻ്റെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്തിനൊക്കെയാണ്? Classify the type of lightweight concrete by their method of അത് കോൺക്രീറ്റിനെ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ അനുസരിച്ചിട്ട് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റിനെ നമ്മൾ മെയിൻലി 3 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. First one, by using porous lightweight aggregate of low apparent specific gravity, that is lower than 2.6. This type of concrete is known as lightweight aggregate concrete. അതായത് ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ് കോൺക്രീറ്റ് ആണ്. ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ കോൺക്രീറ്റിൻ്റെ മെയിൻ കൺസിസ്റ്റൻ്റ് മെറ്റീരിയൽ അഗ്രിഗേറ്റ് നമ്മൾ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള അഗ്രിഗേറ്റ്സ് യൂസ് ചെയ്യുക. അങ്ങനെ ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ് യൂസ് ചെയ്യുമ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന കോൺക്രീറ്റും ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും. സോ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ് കോൺക്രീറ്റ് എന്നാണ് നമ്മളതിനെ വിളിക്കുക. Okay, and second one, by introducing large voids within the concrete or mortar mass, these voids should be clearly distinguished from extremely fine voids produced by air entrainment. This type of concrete is known as aerated cellular foam or gas concrete. ഓക്കെ. അടുത്തത് വെയിച്ച് ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺക്രീറ്റിനുള്ളിലേക്ക് എയർ എൻട്രെയിൻ ചെയ്യിക്കുക. അതായത് എയർ എൻട്രെയിൻ ചെയ്യിക്കുക മീൻസ് വോയിഡ്സ്, ലാർജ് വോയിഡ്സ് നമ്മൾ അതിനുള്ളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ വോയിഡ് സ്പേസ് അല്ല, വോയിഡ്സ് അതിനുള്ളിൽ കൂടുമ്പോൾ എന്താ സംഭവിക്കുക? അഗ്രിഗേറ്റ്സിൻ്റെ മീൻസ് അതിൻ്റെ കൺസിസ്റ്റൻറ്റ് മെറ്റീരിയൽസിൻ്റെ അളവ് നമുക്ക് കുറക്കാൻ പറ്റും. അങ്ങനെ വെയിറ്റ് കുറക്കുമ്പോൾ ലൈറ്റ് വെയിറ്റ് ആക്കാൻ പറ്റും. അതാണ് വേറൊരു മെത്തേഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ്. ഓക്കെ. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻട്രൊഡ്യൂസിങ് ലാർജ് വോയിഡ്സ്. അപ്പോൾ അങ്ങനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന മാനുഫാക്ചർ ചെയ്യുന്ന കോൺക്രീറ്റ് എന്ന് പറയുന്ന പേരാണ് എയറേറ്റഡ് സെല്ലുലാർ
ഫോംഡ് ഓർ ഗ്യാസ് കോൺക്രീറ്റ് എന്ന് പറയും. ഓക്കെ, എയറേറ്റഡ് കോൺക്രീറ്റ്, സെല്ലുലാർ കോൺക്രീറ്റ്, ഫോം കോൺക്രീറ്റ് ഓർ ഗ്യാസ് കോൺക്രീറ്റ് എന്നാണ് നമ്മളതിൻ്റെ പറയുന്നത്. ഇനി അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ബൈ ഒമിറ്റിംഗ് ദ ഫൈൻ അഗ്രിഗേറ്റ് ഫ്രം ദ മിക്സ്. ബൈ ഒമിറ്റിംഗ് ഫൈൻ അഗ്രിഗേറ്റ് ഫ്രം ദ മിക്സ് സോ ദാറ്റ് ലാർജ് നമ്പർ ഓഫ് ഇൻഡസ്ട്രിയൽ വോയിഡ്സ് ആർ പ്രസൻറ്റ്. നോർമൽ വെയ്റ്റ് കോഴ്സ് അഗ്രിഗേറ്റ് ഈസ് ജനറലി യൂസ്ഡ്. ദിസ് ഈസ് നോൺ ആസ് നോ ഫൈൻ കോൺക്രീറ്റ്. അടുത്ത ടൈപ്പ് ഓഫ് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് എന്ന് പറയുന്ന ഒന്നാണ് നോ ഫൈൻ കോൺക്രീറ്റ്. ആ വേർഡിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നോ ഫൈൻ, അതായത് ഫൈൻ അഗ്രിഗേറ്റ്. അതിൽ നമ്മൾ കോൺക്രീറ്റിൽ യൂസ് ചെയ്യുന്ന ഫൈൻ അഗ്രിഗേറ്റ് നമ്മൾ ഒമിറ്റ് ചെയ്യുക, നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ കോൺക്രീറ്റിനകത്ത് ഫൈൻ അഗ്രിഗേറ്റ് യൂസ് ചെയ്യാതിരിക്കുമ്പോൾ എന്താണ്, അതിനുള്ളിൽ അതിനുള്ളിൽ വോയിഡ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ വോയിഡ്സ് ഉണ്ടാവും മീൻസ് എന്താണ്, വെയിറ്റ് നമുക്ക് കുറക്കാൻ പറ്റും ഫൈൻ അഗ്രിഗേറ്റ് യൂസ് ചെയ്യാതിരുന്നാൽ. അപ്പോൾ അതൊക്കെയാണ് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ് യൂസ് ചെയ്യുക. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്, ഇൻട്രൊഡ്യൂസിങ് ലാർജ് വോയിഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എയറേറ്റഡ്, ഫോം ഓർ സെല്ലുലാർ ഓർ ഗ്യാസ് കോൺക്രീറ്റ് എന്ന് പറയുക. നെക്സ്റ്റ് വൺ നോ ഫൈൻ കോൺക്രീറ്റ്, ഫൈൻ മെറ്റീരിയൽസ് ഒമിറ്റ് ചെയ്ത് കളയുക. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഈ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ഹൈലി റെസിസ്റ്റൻറ്റ് ടു അബ്രേഷൻ റെസിസ്റ്റൻസ് കുറവാണ്. ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് ഈസ് മോർ എക്സ്പെൻസീവ് ദാൻ ഓർഡിനറി കോൺക്രീറ്റിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് എക്സ്പെൻസീവ് ആണ്. മിക്സിംഗ്, ഹാൻഡ്ലിംഗ് ആൻഡ് പ്ലേസിംഗ് റിക്വയർ മോർ കെയർ ആൻഡ് അറ്റൻഷൻ ദാൻ ഓർഡിനറി കോൺക്രീറ്റിനേക്കാളും മിക്സിങ്ങിനും ഹാൻഡ്ലിങ്ങിനും ഒക്കെ മോർ കെയർ നമ്മൾ കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ എന്ത് പറയുന്നത് ഡിസഡ്വാൻറ്റേജ്. മെനി മോർ പർപ്പസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് ഔട്ട് വെയ്റ്റ് ഈസ് ഡിസഡ്വാൻറ്റേജ് ആൻഡ് ദർ ഈസ് എ കണ്ടിന്യൂയിങ് വേൾഡ് വൈഡ് ട്രെൻഡ് ടുവേർഡ്സ് മോർ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ്. ഓക്കെ, അതായത് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജിനേക്കാൾ കൂടുതലും അതിന് വെയിറ്റ് കുറയുന്നതിനെ കൂടെ നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. സോ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഈ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് ആണ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമുക്ക് ഈ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റിനെ മാനുഫാക്ചർ ചെയ്യുന്നത് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ് യൂസ് ചെയ്യുക, എയർ എൻട്രെയിൻ ചെയ്യിക്കുക, ഫൈൻ പോർഷൻ ഒമിറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് അതാണ് 3 ടൈപ്സ് എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ അതൊക്കെയാണ് അങ്ങനെയാണ് നമ്മൾ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റിനെ മാനുഫാക്ചറിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മാനുഫാക്ചറിങ് ഓഫ് LW എന്ന് വെച്ചാൽ LW ക്യാൻ ബി മാനുഫാക്ചർഡ് ബൈ ഫോളോയിങ് 3 മെത്തേഡ്. ഫസ്റ്റ് വൺ, യൂസ് ഓഫ് ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ്. Next, by introducing gas or air bubbles in the motor. Third one, by omission of sand fraction from the aggregate, അതായത് ഫൈൻ അഗ്രിഗേറ്റ് ഒമിറ്റ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെയാണ് 3 മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇനി എവിടെയൊക്കെയാണ് നമ്മൾ ഈ ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ് യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. മെയിനായിട്ട് നമ്മൾ ഈ ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ് യൂസ് ചെയ്യുന്നത് നമ്മുടെ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് എന്ന് വെച്ചാൽ നമ്മൾ കോൺക്രീറ്റ് പ്ലേസ് ചെയ്യുന്നതിന് മുന്നേ, കോൺക്രീറ്റ് മെമ്പർ കാസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ എന്താണ് ചെയ്യുക, നമ്മൾ ആ കോൺക്രീറ്റ് മെമ്പർ, അതായത് നമ്മൾ കോൺക്രീറ്റ് ഓൾറെഡി സ്ട്രെസ് ചെയ്യാം, കോൺക്രീറ്റ് മെമ്പർ അത് കാസ്റ്റ് ചെയ്തിട്ട് അതിനെ സ്ട്രെസ് ചെയ്യുക. അപ്പോൾ പ്രീ സ്ട്രെസ്ഡ് മെമ്പറിലാണ് നമ്മൾ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഹൈ റൈസ് ബിൽഡിങ്, പിന്നെ അതുപോലെ തന്നെ ഷെൽ റൂഫ്സിൻ്റെ ഒക്കെ കേസിലാണ് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റിന് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന ഫസ്റ്റ് മെത്തേഡ് ബൈ യൂസിങ് ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ് ആണ്. അപ്പോൾ എന്താണ് ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ് ഈസ് റിലേറ്റീവ്ലി ന്യൂ മെറ്റീരിയൽ ഫ്രം ദ സെയിം crushing strength. The density of concrete made with such aggregate can be much as 35% lower than normal weight കോൺക്രീറ്റ്. അതായത് ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ് വെച്ചിട്ട് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന കോൺക്രീറ്റിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് 35% കുറവായിരിക്കും. നമ്മുടെ നോർമൽ വെയ്റ്റ് കോൺക്രീറ്റിൻ്റെ വെയ്റ്റിനേക്കാളും 35% വെയ്റ്റ് കുറവായിരിക്കും. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നാച്ചുറലി ഒക്കറിങ് മെറ്റീരിയൽസ് വിച്ച് റിക്വയർ ഫർദർ പ്രോസസ്സിങ് സച്ച് എസ് എക്സ്പാൻഡഡ് ക്ലേ, ഷെയിൽ ആൻഡ് സ്ലേറ്റ്. ഓക്കെ, അതാണ് ഫസ്റ്റ് ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റിൻ്റെ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇൻഡസ്ട്രിയൽ ബൈ പ്രൊഡക്റ്റ് സച്ച് എസ് സിൻഡേർഡ് പൾവറൈസ്ഡ് ഫ്യൂവൽ ആഷ്, അത് ഫ്ലൈ ആഷ്, ഫോംഡ് ഓർ എക്സ്പാൻഡഡ് ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ്, അതൊക്കെയാണ് അടുത്ത ടൈപ്പ്.
അത് ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ്, ഫ്ലൈ ആഷ് എന്നൊക്കെ പറയുന്നത് ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ് ആണ്. പിന്നെ നാച്ചുറലി ഒക്കോറിംഗ് മെറ്റീരിയൽ സച്ച് എസ് പ്യൂമൈസ്, ഫോംഡ് ലാവ, വോൾക്കാനിക് ടഫ് ആൻഡ് പോറസ് ലൈം സ്റ്റോൺ, അതൊക്കെയാണ് തേർഡ് വൺ എന്ന് പറയുന്നത്. ഓക്കെ, നാച്ചുറലി ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നാച്ചുറലി ഒക്കോറിംഗ് മെറ്റീരിയൽ വിച്ച് റിക്വയർ ഫർദർ പ്രോസസ്സിങ്. എക്സ്പാൻഡഡ് ക്ലേ അല്ലെങ്കിൽ ഷെയിൽ അല്ലെങ്കിൽ സ്ലേറ്റ് അതൊക്കെ ഫർദർ പ്രോസസ്സിങ് ചെയ്തിട്ട് നമുക്ക് ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റായി യൂസ് ചെയ്യാം. പിന്നെ ഫ്ലൈ ആഷ് അല്ലെങ്കിൽ പിന്നെ ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ് യൂസ് ചെയ്യാം, സെക്കൻഡ് വൺ. തേർഡ് വൺ എന്താണ് വോൾക്കാനിക് ടഫ് അല്ലെങ്കിൽ എന്താണ് പോറസ് ലൈം സ്റ്റോൺ, പ്യൂമിക് സ്റ്റോൺ എന്നൊക്കെ പറയുന്നില്ല നമ്മൾ, പ്യൂമിക് സ്റ്റോൺ അതൊക്കെ നമ്മൾ ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അഗ്രിഗേറ്റ് ദാറ്റ് ആർ മാനുഫാക്ചർഡ് ഫ്രം നാച്ചുറൽ റോ മെറ്റീരിയൽസിൻ്റെ അകത്ത് മാനുഫാക്ചർ ചെയ്യുന്ന ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സ്പാൻഡഡ് അല്ലെങ്കിൽ ബ്ലോട്ടഡ് ക്ലേ ആണ് നമ്മുടെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്പാൻഡഡ് ക്ലേ എന്ന് പറയുന്നത് മെയ്ഡ് ഫ്രം സ്പെഷ്യൽ ഗ്രേഡ് ഓഫ് ക്ലേ സ്യൂട്ടബിൾ ഫോർ എക്സ്പാൻഷൻ. സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്ലേ, എക്സ്പാൻഡ് ചെയ്യുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്ലേ അതാണ് നമ്മൾ എക്സ്പാൻഡഡ് ക്ലേ എന്ന് പറയുന്ന ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ് മാനുഫാക്ചർ ചെയ്യുന്നത്. ദ ഗ്രൗണ്ട് ക്ലേ മിക്സഡ് വിത്ത് additives which encourage bloating is passed through a rotary or vertical shaft kiln fired by a mixture of pulverized coal and oil with a temperature reaching about 1200 degrees Celsius. അതായത് ഗ്രൗണ്ട് ക്ലേനെ നമ്മൾ അഡിറ്റീവ്സുമായിട്ട് മിക്സ് ചെയ്തിട്ട് എന്താണ് റോട്ടറി കില്ലിൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ ഷാഫ്റ്റ് റോട്ടറി കില്ലിൽ വെച്ചിട്ട് നമ്മൾ പൾവറൈസ്ഡ് കോളുമായിട്ട് മിക്സ് ചെയ്യാം. 1200 ഡിഗ്രി സെൽഷ്യസിൽ മിക്സ് ചെയ്യാം. ഓക്കെ, ദ മെറ്റീരിയൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ്ഡ് കൺസിസ്റ്റ് ഓഫ് ഹാർഡ് റൗണ്ട് പാർട്ടിക്കിൾ വിത്ത് എ സ്മൂത്ത് ഡെൻസ് സർഫസ് സ്ട്രക്ചർ ആൻഡ് ഹണികോംബ് ഇൻറ്റീരിയർ. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന എൻഡ് പ്രോഡക്റ്റ് ആയിരിക്കും എക്സ്പാൻഡഡ് അല്ലെങ്കിൽ ബ്ലോട്ടഡ് ക്ലേ എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ എക്സ്പാൻഡഡ് ഷെയിലാണ്. എക്സ്പാൻഡഡ് ഷെയിൽ എന്ന് പറയുന്നത് ക്രഷ്ഡ് റോ മെറ്റീരിയൽ സച്ച് എസ് colliery waste blended with ground coal is passed over a cinder stand reaching a temperature of about 1200 degree. അപ്പോൾ ക്രഷ്ഡ് റോ മെറ്റീരിയൽസ് ആയിട്ടുള്ള പിന്നെ വേസ്റ്റ് മെറ്റീരിയൽസും അതുപോലെ തന്നെ ഗ്രൗണ്ട് കോളുമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എക്സ്പാൻഡഡ് ഷെയിൽ ഉണ്ടാക്കുന്നത്. ഓക്കെ, എക്സ്പാൻഡഡ് സ്ലേറ്റ് ആണെങ്കിൽ crushed raw materials feed into rotary kiln with a temperature reaching 1200 degrees Celsius. Material produced is chemically inert and has a highly vitrified internal pore structure. Crushed and this material is then crushed and graded. ഓക്കെ, അതായത് സ്ലേറ്റ് നമ്മൾ എക്സ്പാൻഡഡ് സ്ലേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ലേറ്റ് മെറ്റീരിയൽ വേറെ പ്രോസസ്സ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ സ്ലേറ്റിനെ നമ്മൾ എന്ത് ചെയ്യുക, ഈ റോ മെറ്റീരിയൽസ് നമ്മൾ റോട്ടറി കില്ലിൽ വെച്ചിട്ട് 1200 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യാം. അപ്പോൾ ഒരു പുതിയ കെമിക്കലി ഇനേർട്ടായിട്ടുള്ള മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യും. അത് ഇൻറ്റേർണൽ പോർ സ്ട്രക്ചർ ആയതുകൊണ്ടാണ് ലൈറ്റ് വെയ്റ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് എക്സ്പാൻഡഡ് സ്ലേറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇൻഡസ്ട്രിയൽ ബൈ പ്രൊഡക്റ്റ് ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗും അതുപോലെ തന്നെ ഫ്യൂൽ ആഷ് അല്ലെങ്കിൽ ഫ്ലൈ ആഷ് എന്നൊക്കെ പറഞ്ഞില്ല, അതാണ് പറയുന്നത്. അതാണ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത്. അപ്പോൾ സിൻഡേർഡ് പൾവറൈസ്ഡ് ഫ്യൂൽ ആഷ് അതെന്താണെന്ന് നോക്കാം. ഫ്ലൈ ആഷ് കളക്റ്റഡ് ഫ്രം മോഡേൺ പവർ സ്റ്റേഷൻ ബേണിംഗ് പൾവറൈസ്ഡ് ഫ്യൂൽ ഈസ് മിക്സ്ഡ് വിത്ത് വാട്ടർ ആൻഡ് കോൾ സ്ലറി ഈ സ്ക്രൂ mixer and then feed into a rotary pan known as pelletizer to form special pellets. ഓക്കെ, അതാണ് നമ്മൾ മോഡേൺ പവർ സ്റ്റേഷനകത്ത് നമുക്ക് കിട്ടുന്ന ഫ്ലൈ ആഷും പൾവറൈസ്ഡ് ഫ്യൂലുമായിട്ട് ബേൺ ചെയ്യിക്കുക. എന്നിട്ട് ആ മിക്സിനെ നമ്മൾ എന്താണ് അതിനെ വാട്ടറായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിനെ പിന്നെ സ്ക്രൂ മിക്സറിലേക്ക് ഫീഡ് ചെയ്യുക. സ്ക്രൂ മിക്സറിൽ വെച്ചിട്ട് എന്താണ് സ്ക്രൂ മിക്സറിൽ നിന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ അതിനെ റോട്ടറി പാനിനകത്തേക്ക് ഫീഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ കിട്ടുന്നത് ഇതിന് നമ്മൾ പെല്ലറ്റ്സ് എന്നാണ് വിളിക്കുന്നത്, സ്പെഷ്യൽ പെല്ലറ്റ്സ്. ദ ഗ്രീൻ പെല്ലറ്റ്സ് ആർ ദെൻ ഫീഡ് ഇൻ ടു എ സിൻഡർ സ്റ്റാൻഡ് റീച്ചിങ് എ ടെമ്പറേച്ചർ ഓഫ് 1400 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഈ പെല്ലറ്റ്സിനെ പിന്നെ സിൻഡർ സ്റ്റാൻഡിൽ വെച്ചിട്ട് ഹീറ്റ് ചെയ്യിക്കാം. അപ്പം നമുക്കങ്ങനെ എന്ത് കിട്ടും, ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, പിന്നെ അടുത്തത് ഫോംഡ് ഓർ എക്സ്പാൻഡഡ് ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ് ആണ്. ഇറ്റ് ഈസ് എ ബൈ പ്രൊഡക്റ്റ് ഓഫ് അയൺ പ്രൊഡക്ഷൻ ഫോംഡ് ബൈ ഇൻട്രൊഡ്യൂസിങ് എ വാട്ടർ ഓർ സ്റ്റീം ഇൻ ടു മോൾട്ടൺ മെറ്റീരിയൽ പ്രൊഡ്യൂസ്ഡ് ആഫ്റ്റർ annealing and cooling is angular in shape with a rough and irregular glassy structure.
ആൻഡ് ആൻ ഇൻറ്റേർണൽ റൗണ്ട് വോയിഡ് സിസ്റ്റം ഫോം ചെയ്യും. അങ്ങനെയാണ് ഫോംഡ് അല്ലെങ്കിൽ എക്സ്പാൻഡഡ് ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്തത് നാച്ചുറലി ഒക്കറിങ് ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ്. നാച്ചുറലി ഒക്കറിങ് ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് പ്യൂമിക് സ്റ്റോണും ഡയാറ്റോമൈറ്റൊക്കെയാണ് നാച്ചുറലി ഒക്കറിങ് ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റിന് എക്സാമ്പിൾ. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ പറയുന്നത്. നിങ്ങളിതിൽ മെയിനായിട്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്നുള്ളത് മെയിനായിട്ട് നോക്കുക. ഓരോന്നിനും എക്സാമ്പിൾസ് ഒന്ന് നോക്കി നോക്കുക. ഓക്കെ. അടുത്തത് ഈ ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പഠിച്ചു ലോ ഡെൻസിറ്റിയാണ്. ലോ ഡെൻസിറ്റി എന്ന് വെച്ചാൽ വെയിറ്റ് വളരെ കുറവാണ്. സോ അതിന് ഡെൻസിറ്റി കുറവായിരിക്കും. 300 to 1200 വരെയാണ് ഡെൻസിറ്റി ഉള്ളത്. ലൈറ്റ് ഗ്രേഡ് ഈസ് സ്യൂട്ടഡ് ഫോർ ഇൻസുലേഷൻ പർപ്പസിന് ലൈറ്റ് ഗ്രേഡ് യൂസ് ചെയ്യാൻ പറ്റും. ഹെവിയർ ഗ്രേഡ്സ് ആണെങ്കിൽ അഡിക്വേറ്റ് സ്ട്രെങ്ത് ഈസ് സ്യൂട്ടബിൾ ഫോർ സ്ട്രക്ചറൽ ആപ്ലിക്കേഷന് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. ദെൻ ഹൈ സ്ട്രെങ്ത് ആയിരിക്കും. സെല്ലുലാർ കോൺക്രീറ്റ് ഹൈ കംപ്രസീവ് സ്ട്രെങ്ത് ഇൻ റിലേഷൻ ടു ഡെൻസിറ്റി. ഡെൻസിറ്റി നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിന് ഹൈ കംപ്രസീവ് സ്ട്രെങ്ത് ഉണ്ടാവും. ഓക്കെ. ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് എയറേറ്റഡ് കോൺക്രീറ്റ് ഈസ് അബൌട്ട് 15 to 20% ഓഫ് കംപ്രസീവ് സ്ട്രെങ്ത്. കംപ്രസീവ് സ്ട്രെങ്ത്തിൻ്റെ 15 to 20% ആയിരിക്കും അതിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് ഉണ്ടാവുക. അതാണ് അപ്പോൾ ഹൈ സ്ട്രെങ്ത് ആയിരിക്കും. ദെൻ തെർമൽ ഇൻസുലേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. തെർമൽ കണ്ടക്റ്റീവ് ആണ്. സോ തെർമൽ ഇൻസുലേറ്റർ ആണ്. ഇൻസുലേഷൻ value of light concrete is about 3 to 6 times that of brick and about 10 times that of concrete. ഓക്കെ, അപ്പോൾ കോൺക്രീറ്റിൻ്റെ ഇൻസുലേഷൻ കപ്പാസിറ്റിനേക്കാളും വാല്യൂവിനേക്കാളും 10 times ഹയർ ആണ്. ബ്രിക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ 3 to 6 times ഹയർ ആണ്. ദെൻ ഫയർ റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ എക്സലൻറ്റ് ഫയർ റെസിസ്റ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട് ലോ തെർമൽ കണ്ടക്ടിവിറ്റി ആയതുകൊണ്ട്. ദെൻ ശ്രിങ്കേജിനാണെങ്കിൽ കോൺക്രീറ്റ് സബ്ജക്റ്റഡ് ടു ശ്രിങ്ക് ബട്ട് ഇറ്റ്സ് ലിമിറ്റഡ് എക്സ്റ്റെൻറ്റ്. ശ്രിങ്കേജ് ഉണ്ടാവും, പക്ഷേ ശ്രിങ്കേജിന് ലിമിറ്റഡ് എക്സ്റ്റെൻറ്റിൽ ശ്രിങ്കേജിൻ്റെ എമൗണ്ട് കുറവായിരിക്കും. ഓട്ടോക്ലേവിംഗ് ഓഫ് സെല്ലുലാർ കോൺക്രീറ്റ് റെഡ്യൂസസ് ഡ്രൈയിങ് ശ്രിങ്കേജ്. ഓട്ടോക്ലേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈയിങ് ശ്രിങ്കേജ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ദെൻ റിപ്പയറബിലിറ്റി. ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് ക്യാൻ ഈസിലി സോൺ കട്ട് ഡ്രിൽഡ് ആൻഡ് നെയിൽഡ് മേക്ക് ദ കൺസ്ട്രക്ഷൻ ഈസിയർ. ഓക്കെ, നമുക്ക് ഈസിലി അതിൽ വർക്ക് ചെയ്യാൻ പറ്റും, ഡ്രിൽ ചെയ്യാനും നെയിൽ ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, പോറസ് ഒക്കെ ആയതുകൊണ്ട്. ദെൻ ഡ്യൂറബിലിറ്റി. എയറേറ്റഡ് കോൺക്രീറ്റ് ഈസ് ഓൺലി സ്ലൈറ്റ്ലി ആൽക്കലൈൻ. Due to its porosity and low alkalinity, it does not give rust protection to steel, which is provided by dense compacted concrete. ഓക്കെ, അതായത് നമ്മുടെ നോർമൽ കോൺക്രീറ്റ് തരുന്ന അത്രയും റസ്റ്റ് പ്രൊട്ടക്ഷൻ തരില്ല. എന്താണെന്ന് വെച്ചാൽ പോറോസ് ആയതുകൊണ്ട്. ഓക്കെ, പിന്നെ എയറേറ്റഡ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി ആൽക്കലൈനുമാണ്. ദെൻ സ്പീഡ് ഓഫ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് വിത്ത് ദ അഡോപ്ഷൻ ഓഫ് prefabrication it is possible to design the structure on the concept of modular coordination. കോൺസെപ്റ്റിൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാനും ഫാസ്റ്റ് റേറ്റിൽ കൺസ്ട്രക്ട് ചെയ്യാനും പറ്റും. ഓക്കെ, എക്കണോമി എന്ന് വെച്ചാൽ ഡ്യൂ ടു ലൈറ്റ് വെയ്റ്റ് ആൻഡ് ഹൈ സ്ട്രെങ്ത് ടു മാസ് റേഷ്യോ സെല്ലുലാർ കോൺക്രീറ്റ് പ്രൊഡക്റ്റ് their use result in lesser consumption of steel. lesser consumption of steel ആണ്. 15 to 20% of cost of construction സേവ് ചെയ്യാൻ പറ്റും. എക്കണോമിക്കലാണ്. ദെൻ ക്വാളിറ്റി കൺട്രോൾ. ബെറ്റർ ക്വാളിറ്റി കൺട്രോൾ അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണെന്ന് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. ദെൻ അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ലോഡ് ബിയറിംഗ് മാസൻഡറി വാൾസിൽ സെല്ലുലാർ ബ്ലോക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പ്രീകാസ്റ്റ് ഫ്ലോറിൽ റൂഫ് പാനൽസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഫില്ലർ വാൾ ഇൻ ദ ഫോം ഓഫ് പ്രീകാസ്റ്റ് റീൻഫോഴ്സ്ഡ് വാൾ പാനൽ ഇൻ മൾട്ടി സ്റ്റോറി ബിൽഡിങ്സിൽ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബാക്കിയുള്ള പോയിൻറ്റ്സ് എല്ലാം ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റിനകത്ത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫസ്റ്റ് മെത്തേഡാണ് ബൈ യൂസിങ് ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ്. അപ്പോൾ എന്താണ് ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ് എന്നും എന്തൊക്കെയാണ് അതിൻ്റെ ടൈപ്സ് എന്നും അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണെന്നും ആ ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്നാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഓക്കെ, ബാക്കി പോർഷൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.